ഒപ്പം വളാഞ്ചേരിയിൽ നടു റോഡിലിറങ്ങിയ പിഞ്ചു കുഞ്ഞിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഒരു സാധാരണ മനുഷ്യനെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. വീടിൻ്റെ വാതിൽ തുറന്നാണ് ഈ വിരുദ്ധൻ ഗേറ്റിലൂടെ പുറത്ത് റോഡിലെത്തിയത്. അവൻ്റെ മാതാപിതാക്കളുടെ അവൻ്റെ ദൈവാധീനത്തിന് കടന്നു വന്ന ബൈക്ക് യാത്രികർ കണ്ടു. തുടർന്ന് ആ വാഹനം നിർത്തിയപ്പോൾ കുട്ടി പേടിച്ച് തിരിച്ചു പോവുകയായിരുന്നു. ഇത്തരം വിരുദ്ധന്മാർ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ധാരാളമായി ഉണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരം വിരുദ്ധന്മാരുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. തലക്കെട്ടുകളിലേക്ക്. മലയാളി തിളക്കത്തിൽ ഡൽഹി, പത്മപ്രഭയിൽ മലയാളികൾ. ശ്രീ മമ്മൂട്ടി കല ഫിल्म അഭിനയ. മമ്മൂട്ടി കുടുംബസമേതമെത്തി. ചടങ്ങിൽ സാന്നിധ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധത്തിൽ യുഎസിന് വൻ വിജയമെന്ന് ഡൊണാൾഡ് ട്രംപ്. ആണവ പദ്ധതികളെ അന്താരാഷ്ട്ര പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്ന് നയതന്ത്ര വിജയം. നൽകുന്ന പണം കൊണ്ട് യുഎസിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇറാൻ വാങ്ങൂവെന്നും ട്രംപ്. ഡോക്ടർ കെ.ജെ. റീനയ്ക്ക് തിരിച്ചടി. സർക്കാരിന്റെ വിജയം. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയത് ശരിവെച്ച് ഹൈക്കോടതി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ റദ്ദാക്കി. ഡോക്ടർ മീനാക്ഷിക്ക് DHS ആയി തുടരാം. ടിപ്പർ ദുരിതത്തിൽ വിറങ്ങലിച്ച് കൊട്ടാരക്കര. 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അജയനാചാര്യയുടെ സംസ്കാരം അല്പസമയത്തിനകം. പാർത്ഥിപന്റെയും ഹരിലാലിന്റെയും സംസ്കാരം നാളെ. പരിക്കേറ്റ 5 പേരുടെ നില ഗുരുതരം. കാട്ടാക്കടയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. സുകുമാരൻ നായരെ കടന്നാക്രമിച്ച് KB ഗണേഷ് കുമാർ. മുഖ്യമന്ത്രിയെ അവൻ ഇവൻ എന്നൊന്നും വിളിക്കരുത്. കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാതിരുന്നത് മുഖ്യമന്ത്രിക്ക് തിരക്കുള്ളത് കൊണ്ടാകാം. തനിക്കറിയുന്ന സതീശൻ NSS ആസ്ഥാനത്ത് പോകില്ലെന്നും ഗണേഷ് കുമാർ. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളിയിലെ ദുരൂഹക്കല്ലറ ഉടൻ തുറക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം. 3ാമതൊരു മൃതദേഹം കൂടി ഉണ്ടെന്ന് സംശയം. കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരിൽ സഭയിൽ വീര്യമേറിയ വിവാദം. നികുതി ഇളവ് നിർദ്ദേശം അഴിമതി നീക്കം ബെക്കാടിക്ക് വേണ്ടിയെന്നും പ്രതിപക്ഷം. വീണ്ടും എതിർപ്പറിയിച്ച് VM സുധീരൻ. പൂർണ്ണ മദ്യനിരോധനം വേണമെന്ന് സമസ്ത. ഡൽഹിയിൽ ബാലികയെ പീഡിപ്പിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് പാതയോരത്ത് താമസിച്ചു വന്ന കുടുംബത്തിലെ 11കാരി. മൃതദേഹം കണ്ടെത്തിയത് വനപ്രദേശത്ത്. ടാക്സി ഡ്രൈവർ പോലീസ് പിടി. പാലക്കാട് ചാലിശ്ശേരിയിൽ 8 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ UDF പ്രാദേശിക നേതാവ് ഷിഹാബുദ്ദീൻ അറസ്റ്റിൽ. പീഡിപ്പിക്കാൻ ശ്രമിച്ചത് വസ്ത്രം വാങ്ങി നൽകാമെന്ന പേരിൽ. ഭയന്ന് കുട്ടി നിലവിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. എറണാകുളം കാഞ്ഞിരമറ്റത്ത് കട കത്തിച്ച കേസിൽ പോലീസ് തെരയുന്ന 15കാരൻ തൂങ്ങി മരിച്ച നിലയിൽ. ആരക്കുന്നം സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഒഴിഞ്ഞ കെട്ടിടത്തിൽ. സ്പെയർ പാർട്സ് കട കത്തി നശിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി റിപ്പോർട്ട് തേടി. ഭരണ ചുമതല ജില്ലാ മജിസ്ട്രേറ്റ് ഏറ്റെടുത്തു. കാണിക്ക എണ്ണുന്നതിലും മാറ്റം. പണം മാറ്റുമ്പോഴും എണ്ണുമ്പോഴും വീഡിയോ ചിത്രീകരിക്കണം. 40 ജീവനക്കാരെ ട്രസ്റ്റ് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി. ലെ പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഡൽഹിയിൽ രാഷ്ട്രപതി ഭവനിലായിരുന്നു ചടങ്ങ്. P. നാരായണനും ജസ്റ്റിസ് KT തോമസും പത്മവിഭൂഷണും, മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷണും ഏറ്റുവാങ്ങി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പത്മ അവാർഡുകൾ വിതരണം ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി കേന്ദ്രമന്ത്രിമാരും ചടങ്ങിന്റെ ഭാഗമായി. നടൻ മമ്മൂട്ടി കുടുംബസമേതമാണ് ചടങ്ങിൽ പങ്കെടുത്തത്.
മലയാളത്തിന് അഭിമാനത്തിളക്കമായിരുന്നു. വാനോളം യശസ്സുയർത്തിയാണ് ഇന്ന് മലയാളം ഡൽഹിയിൽ വിളങ്ങിയത്. മറ്റു വാർത്തയിലേക്ക്. ഇറാനുമായി ഒപ്പിട്ട ധാരണാപത്രത്തിന്മേലുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ US-ന് വൻ വിജയമെന്ന അവകാശവാദം. ഇറാനിലെ ആണവ പദ്ധതികളെ അന്താരാഷ്ട്ര പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്ന് ഇറാൻ സമ്മതിച്ചു കഴിഞ്ഞു. മരവിപ്പിച്ച സ്വത്തുവകകൾ വിട്ടു നൽകുമ്പോൾ US-ലെ കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇറാൻ വാങ്ങൂവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഈ കരാറിൽ വിജയം ഇറാനാണ് എന്ന തരത്തിലുള്ള വിവക്ഷകൾ വന്നിരുന്നു. അത്തരം ചില ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലമുണ്ട്. ഇറാൻ അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ട്രംപ് പറയുന്ന വ്യവസ്ഥകൾ, അതിലൊന്ന് ഈ അന്താരാഷ്ട്ര പരിശോധന അവരുടെ ആണവ കാര്യങ്ങളിൽ, അത് ഇറാൻ സമ്മതിച്ച ഒന്നാണ്. പക്ഷേ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങൂ, ആ പണം കൊണ്ട് എന്നൊക്കെ പറയുന്നത് അല്പം കടന്ന കൈയല്ലേ? തീർച്ചയായിട്ടും ഇത് ഇറാൻ നിലവിൽ അംഗീകരിച്ച കാര്യമല്ല, ട്രംപിന്റെ മാത്രം ഒരു അവകാശവാദമാണ്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പിട്ട 14-ന ധാരണാപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ട്രംപിന് നേരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരുന്നത്. ഇത് അമേരിക്കയിലുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് മാത്രമല്ല, ട്രംപിന്റെ തന്നെ പക്ഷക്കാരായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ട്രംപിന് നേരെ വലിയ വിമർശനമാണ് ഉയർന്നത്. അതായത് ഒബാമ മുൻപ് ഇറാനുമായിട്ട് ഒപ്പിട്ട ആണവ കരാറിനേക്കാൾ വളരെ ദുർബലമാണ് നിലവിലുള്ള വ്യവസ്ഥകൾ എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. മാത്രമല്ല, ഇന്ന് CBS ന്യൂസ് പ്രസിദ്ധീകരിച്ച ഒരു സർവേ പ്രകാരം അമേരിക്കയിലുള്ള ഭൂരിഭാഗം ജനങ്ങളും ഈ നിലവിലുള്ള ഈ ധാരണാപത്രം വെറുമൊരു പരാജയമാണെന്നുള്ള വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിന് പിന്നാലെയാണ് ട്രംപ് വ്യാജ വാർത്തകൾ US വിജയത്തെ കുറച്ചു കാണാൻ ശ്രമിക്കുന്നു എന്ന് തുടങ്ങുന്ന ഈ ഒരു ട്രൂ സോഷ്യൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാനിലുള്ള ആണവ പദ്ധതികൾ, അതിനെ സംബന്ധിച്ച് ഇറാൻ ഒരു അന്താരാഷ്ട്ര പരിശോധനകൾക്ക് ഇതുവരെ സമ്മതിച്ചിരുന്നില്ല. എന്നാൽ പുതിയ ധാരണ പ്രകാരം ഇറാൻ അത്തരം പരിശോധനകൾക്ക് സമ്മതിച്ചിട്ടുണ്ട്. ഇതുകൂടി കണക്കാക്കിയിട്ടാണ് ഹോർമുസ് കടലിടുക്കിലുള്ള US ഉപരോധം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചത്. എന്നാൽ US കപ്പലുകൾ ഇപ്പോഴും മേഖലയിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും ഒരു ഉപരോധം കൊണ്ടുവരുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. അതുപോലെ ഭാവിയിലും എല്ലായ്പ്പോഴും ഇറാനിലെ ഈ ആണവ പരിശോധനകൾ അത് സ്ഥിരമായിരിക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. മാത്രമല്ല, ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ഒന്നാണ് US സ്വത്തുവകകൾ വിട്ടു നൽകുന്നത്. എന്നാൽ ആ സ്വത്തുവകകൾ കൊണ്ട് US-ലെ കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇറാൻ വാങ്ങുകയുള്ളൂ. ഇത് US-ലെ കർഷകർക്ക് ഗുണകരമാണെന്നും ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ റീനയെ മാറ്റിയ സർക്കാർ നടപടി ഹൈക്കോടതി ശരിവെച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ റദ്ദാക്കി ആരോഗ്യ ഡയറക്ടറായിരുന്ന റീനയെ ഡയറക്ടർ തസ്തികയിൽ തന്നെ സംസ്ഥാന പബ്ലിക് ലാബിലേക്കാണ് മാറ്റിയിരുന്നത്. പകരം അഡീഷണൽ ഡയറക്ടർ റീനയെ സംസ്ഥാന പബ്ലിക് ലാബിലേക്ക് ഡയറക്ടറായി മാറ്റിയിരുന്നു. ഇതിനെതിരെയാണ് സർക്കാർ ഹർജിയുമായി പോയത്. ഇതോടെ സർക്കാരിന് വലിയ വിജയം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ അടിയന്തര സാഹചര്യം എടുത്താണ് ഡയറക്ടറെ മാറ്റി നിയമിച്ചതെന്നായിരുന്നു സർക്കാർ വാദമായി ഉണ്ടായിരുന്നത്. സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ച് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഡോക്ടർ റീന കഴിഞ്ഞ 2 ദിവസമായി തസ്തികയിലേക്ക് വന്ന് കയറിയ വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു. ട്രിബ്യൂണൽ ഉത്തരവ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ലെന്ന് കോടതി വ്യക്തമാക്കിയാണ് ഇപ്പോൾ ഇത്തരമൊരു ഉത്തരവ് സർക്കാരിന് അനുകൂലമായി കിട്ടിയത്. കാഞ്ഞിരപട്ടണത്ത് കട കത്തിച്ച കേസിൽ പോലീസ് തിരയുന്ന 15-കാരൻ തൂങ്ങി മരിച്ച നിലയിൽ. അരകുന്നം സ്വദേശിയായ വിദ്യാർത്ഥിയാണ് വീടിനടുത്തുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്പെയർ പാർട്സ് കട കത്തി നശിച്ചത്. സുകുമാരൻ നായർക്കെതിരെ KB ഗണേഷ് കുമാർ രംഗത്ത്. മുഖ്യമന്ത്രിയെ അവൻ ഇവൻ എന്നൊന്നും വിളിക്കരുത്, അതല്ല തറവാടിത്തമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന നിലയിൽ തിരക്കുള്ളതുകൊണ്ടാകാം സുകുമാരൻ നായർക്ക് സമയം അനുവദിക്കാതിരുന്നത്. തനിക്ക് അറിയാവുന്ന സതീശൻ NSS ആസ്ഥാനത്ത് പോകില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അസൗകര്യം കാണത്തില്ലയോ? ജനറൽ സെക്രട്ടറി ആണോ പോകുന്നതല്ലല്ലോ, വേറെ ആരും അയക്കാനല്ലേ? അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സമയം പോലെ സമയം കൊടുക്കും. എപ്പോഴും മുഖ്യമന്ത്രി തിരക്കുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ തിരക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു പല മുഖ്യമന്ത്രിമാരോട് ഇരുന്നിട്ടുള്ള ആളാണ്, മന്ത്രിയായിട്ടും MLA ആയിട്ടും ഒക്കെ. പക്ഷേ അവർക്ക് അവരുടെ തിരക്കുണ്ട്, സമയം കൊടുക്കുന്നതിന് അവർക്കൊരു പരിമിതി കാണും. പക്ഷേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, VD സതീശനെ അവൻ ML എന്നൊക്കെ വിളിച്ചിട്ടുള്ള മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അത് ഏത് പാർട്ടി ആവട്ടെ എന്നാണ്, അത്തരം പ്രയോഗങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. അത്തരം പ്രയോഗം യോജിക്കില്ല ഒരു കാരണവശാലും. കാരണം മുഖ്യമന്ത്രി എന്ന പദവി
ഇപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശന് 25 വർഷത്തിലധികമായി എൻ്റെ ആത്മസുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് ഞാൻ കാണേണ്ടത് മുഖ്യമന്ത്രിയായിട്ട്, എൻ്റെ സുഹൃത്തായിട്ടല്ല, മുഖ്യമന്ത്രിയായിട്ട് കാണുന്നതാണ് മര്യാദയും അന്തസ്സും. അല്ലാതെ അദ്ദേഹം വന്ന് എൻ്റെ കാര്യം പിടിക്കണം എന്നൊക്കെ പറയുന്നത് ശരിയുള്ള കാര്യമല്ല. അദ്ദേഹം മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം മാനിക്കപ്പെടേണ്ട ആളാണ്. അദ്ദേഹം കൊടുക്കേണ്ട സ്റ്റാറ്റസ്, നമ്മൾ റെസ്പെക്റ്റും നമ്മൾ കൊടുക്കണം. ആരായാലും കൊടുക്കണം, ഞാനായാലും കൊടുക്കണം, വേറെ ആളായാലും കൊടുക്കണം. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെയൊന്നും അവനെവനെന്നൊന്നും വിളിക്കാൻ ആർക്കും അധികാരമില്ല. അത് അന്തസ്സല്ല, തറവാടിത്തമല്ല. അമ്മ സംഘടനയെ മമ്മൂട്ടിയോ മോഹൻലാലോ പോലുള്ള മുതിർന്ന ആളുകൾ നയിക്കണമെന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. നിലവിലുള്ളത് അംഗങ്ങൾ തമ്മിലെ സൗന്ദര്യപ്പിണക്കമാണ്. അമ്മയിൽ രാഷ്ട്രീയവും ജാതിയും മതവും കലർത്താൻ പാടില്ല. അത്തരം ആരോപണങ്ങൾ ലജ്ജാവഹമെന്നും ഗണേഷ് പറഞ്ഞു. സീനിയറായിട്ടുള്ള ലാലേട്ടനോ മമ്മൂക്ക ആരെങ്കിലും, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചാൽ അവരാരെങ്കിലും വന്ന് ഇത് ഏറ്റെടുത്താൽ മാത്രമേ ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. അതിനെ പിടിച്ചു നിർത്താൻ അവരെ പോലെയുള്ള സീനിയറായിട്ടുള്ള ആൾക്കാരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് മാത്രം കഴിയും. നിലവിൽ ഇവർ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം ഇവരെ ആ ഒരു ജനറൽ ബോഡിയുടെ മുമ്പിൽ അവർക്ക് ഒരു വിശ്വസ്തത വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെല്ലാവരും പറഞ്ഞു, അത് ലാലേട്ടനും അങ്ങനെ പറഞ്ഞെങ്കിലും ഇവർ തുടർന്ന് പോകുന്നേ പോട്ടെ എന്ന് വെച്ച് മാക്സിമം നമ്മൾ പോയെങ്കിലും പൊതുവികാരം എതിരായി. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാണ്. പിഷാരടി ഇപ്പോൾ കമ്മിറ്റിയിൽ, പിഷാരടി ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയം ഇതിനകത്ത് ഞങ്ങൾ ഒരിക്കലും കൊണ്ടുവന്നിട്ടില്ല, ജാതിയും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ കലാകാരന് എന്ത്, കലാകാരിക്ക് എന്ത് ജാതി, എന്ത് മതം, അത് പറയുന്നത് തന്നെ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. ജാതി മതമൊന്നും ചോദിക്കാനും പറയില്ല, പറയാനും പാടില്ല. ഇത് ആർട്ടിസ്റ്റിന്റെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും സംഘടനയാണ്. അവിടെ അത്തരത്തിലുള്ള ഡിസ്കഷൻ തന്നെ തെറ്റാണ്. അമ്മയിലെ പൊട്ടിത്തെറി ദൗർഭാഗ്യകരമെന്ന് നടൻ ദേവൻ. സംഘടനയിലെ ഈഗോ പ്രശ്നങ്ങളാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം. അൻസിബയുടെ പ്രശ്നം സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കാമായിരുന്നു. രമേശ് പിഷാരടി, ഇടവേള ബാബു, ദിനേശ് പണിക്കർ തുടങ്ങിയവർ അടങ്ങുന്ന നേതൃത്വം വന്നാൽ സംഘടനയ്ക്ക് ഗുണമുണ്ടാകുമെന്നും ദേവൻ പറഞ്ഞു. ഇവിടെ നടന്ന സംഭവങ്ങൾ വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. നടക്കാൻ ഇതുവരെ 32 വർഷമായിട്ട് ഞാൻ ആദ്യം മുതൽ ഒരു ഫൗണ്ടർ മെമ്പേഴ്സിലൊക്കെ പെട്ട ആൾക്കാരാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു പോറൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളും നിൽക്കുന്നത്. അപ്പോൾ അത് അമ്മയുടെ ദോഷമായിട്ടല്ല നമ്മൾ കാണുന്നത്, എക്സിക്യൂട്ടീവിന്റെ ദോഷമാണ്. അമ്മയെ ഞങ്ങളൊക്കെ കൂടി എലക്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുടെ ഈഗോ കോംപ്ലക്സസ്, അവരുടെ പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് ആണ്. രമേശ് പിഷാരടി, ഇടവേള ബാബു, അതുപോലെ ഇവിടുത്തെ ദിനേശ് പണിക്കർ, അവരൊക്കെ അങ്ങനെ വന്നാൽ നമുക്ക് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അത് അവിടെ ഈ സ്ത്രീകളോടുള്ള അവിടെ നടന്നത്. ദേവൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആൾ കൂടിയാണ്. ദേവനാണ് പ്രതികരിച്ചത്. ഖത്തർ റാസ്ലഫാൻ വ്യവസായ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ മലയാളിയും. കോഴിക്കോട് നാദാപുരം പുറമേരി സ്വദേശി കളരിയുള്ളതിൽ അർജുൻ അപകടത്തിൽ പെട്ട് മരിച്ചു എന്നാണ് നാട്ടിൽ വിവരം കിട്ടിയിരിക്കുന്നത്. അർജുൻ ഉൾപ്പെടെ 12 ഇന്ത്യക്കാർ ഈ അപകടത്തിൽ മരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വൈകിട്ടായിരുന്നു ഖത്തറിനെ നടുക്കിയ ഈ സ്ഫോടനമുണ്ടായത്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, മരിച്ചവരിൽ ഭൂരിഭാഗവും ഏഷ്യൻ വംശജരാണ്, ഇന്ത്യക്കാരും പാകിസ്ഥാനികളുമാണ്. അതിലിപ്പോൾ ഒരു മലയാളി കൂടി ഉണ്ട് എന്നറിയുന്നത് ഏറെ ദുഃഖകരമാണ്. എന്താണ് നാട്ടിൽ ലഭിച്ച വിവരങ്ങൾ? രഞ്ജിത്ത്, 12 ഇന്ത്യക്കാരാണ് അന്ന് ഈ അപകടത്തിൽ മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ഈ അപകടമുണ്ടായ ഘട്ടത്തിൽ 12 ഇന്ത്യക്കാർ മരിച്ചു എന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത്. അതിലാണ് ഇപ്പോൾ ഒരു മലയാളി കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത പുറത്തു വരുന്നത്. മറ്റൊരാൾ മരിച്ചത് പാകിസ്ഥാൻ സ്വദേശിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഇന്ത്യക്കാരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. 60-ലധികം ആളുകൾക്ക് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിരുന്നു. ഇറാൻ നേരത്തെ നടത്തിയ ആക്രമണത്തിൽ ഖത്തറിലെ ഈ പ്ലാന്റിൽ, റാസ്ലഫൻ പ്ലാന്റിൽ അവിടെ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. അത് വീണ്ടും പുനരാരംഭിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായത്. ഏതായാലും അത് തുടർ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്നൊക്കെ ഖത്തർ പറയുന്നുണ്ട്. പക്ഷേ ഇത് എന്താണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകാൻ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ അവിടെ നടക്കേണ്ടിയിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായത്, അതിൽ എങ്ങനെയാണ് ഈ മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ മരിക്കാൻ ഉള്ള സാഹചര്യം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം ഇനിയും തുടരുന്നതേ ഉള്ളൂ. ഏതായാലും ഈ ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ മലയാളിയായ അർജുൻ കൂടി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വാതക ഉൽപ്പാദന കേന്ദ്രത്തിൽ ആണ് ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രകൃതിവാതക ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കേന്ദ്രത്തിലേക്ക് ആക്രമണം ഉണ്ടാകുകയും പിന്നീട് അത് വീണ്ടും ആ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമം നടക്കുകയൊക്കെ ചെയ്തത്. ഇടയിലാണ് ഇത്തരത്തിൽ ദുഃഖകരമായ ഒരു വാർത്ത നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും മനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
ഡൽഹിയിൽ 11 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്നു. മെഹ്റൌലിയിൽ കുടുംബത്തോടൊപ്പം പാതയോരത്ത് ഉറങ്ങുന്നതിനിടയിലാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഗുരുഗ്രാമിലെ വനത്തിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തു. സംഭവത്തിൽ ഓൺലൈൻ ടാക്സി തൊഴിലാളി ബബ്ലു അറസ്റ്റിലായി. പാലക്കാട് 8 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. കോൺഗ്രസ് പ്രാദേശിക നേതാവ് അറസ്റ്റിൽ. വസ്ത്രം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം. കുട്ടി ഒച്ചയുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഷിഹാബുദ്ദീനാണ് പിടിയിലായത്. കുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് ഇതിനകം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇടവേള. കൊട്ടാരക്കരയിലെ ടിപ്പർ ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. KSRTC ജീവനക്കാരനായ അജയൻ ആചാര്യയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പാർത്ഥിബന്റെയും ഹരിലാലിന്റെയും മൃതദേഹങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നാളെയാകും നടക്കുക. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് രാവിലെ 11 മണിയോടെയാണ് ഈ അപകടത്തിൽ നീലേശ്വരത്തിലെ ടിപ്പർ അപകടത്തിൽ മരണപ്പെട്ട 3 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. ഏറെ സമയമെടുത്താണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. കാരണം ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിവന്റെ മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിയൽ മാർക്കുകളടക്കം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് വേണമായിരുന്നു ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ. ബന്ധുക്കളെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തിയാക്കിയത്. അതിനുശേഷം സാധാരണയായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്നതെങ്കിലും ബന്ധുക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ അതിനുവേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ നടത്താൻ അങ്ങനെ ഫോറൻസിക് സർജന്മാരെ, പോലീസ് സർജന്മാരെ അടക്കം പാരിപ്പള്ളിയിൽ നിന്നുൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. ഒരു മൃതദേഹം മാത്രം ഇന്ന് സംസ്കരിക്കുന്ന തരത്തിലേക്കാണ് ക്രമീകരണങ്ങൾ ചെയ്തതും. അങ്ങനെയാണ് KSRTC ജീവനക്കാരനായ അജയ്കുമാറിന്റെ മൃതദേഹം ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്ത് പിന്നീട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ശേഷിക്കുന്ന 2 മൃതദേഹങ്ങൾ ട്യൂട്ടോറിയൽ അധ്യാപകനായ ഹരിലാലിന്റെയും അതോടൊപ്പം 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിബന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം താലൂക്ക് ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ മൃതദേഹങ്ങൾ നാളെയായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അവരുടെ സംസ്കാര ചടങ്ങുകൾ നാളെയായിരിക്കും നടക്കുക. എന്തായാലും ജനപ്രതിനിധികളടക്കം നിരവധി പേർ ഈ നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. കുടുംബാംഗങ്ങളും അവരുടെ ബന്ധുമിത്രാദികളും അടക്കം ഒരുപാട് ആളുകൾ രാവിലെ മുതൽ താലൂക്ക് ആശുപത്രി പരിസരത്തുണ്ടായിരുന്നു. സാധാരണയായി ഉണ്ടാകുന്ന നടപടിക്രമങ്ങളിലെ കാലതാമസങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേഗത്തിൽ തന്നെയാണ് ഈ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളുമൊക്കെ പൂർത്തിയാക്കിയത്. അപകടമുണ്ടാക്കിയ ടിപ്പർ ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ലോറിയുടെ ടയറുകൾ തേഞ്ഞ നിലയിലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വാഹനമെത്തിയത്. 17 വർഷം പഴക്കമുള്ളതാണ് വാഹനമെന്നും GPS ഓഫാക്കിയ നിലയിലെന്നും സ്പീഡ് ഗവർണർ ഇല്ലെന്നും MVD പറഞ്ഞു. നടപടികൾ വണ്ടിയുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്ന നടപടി RTA ബോർഡിന് സമർപ്പിക്കും. വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് ലൈസൻസ് നടപടി ഉണ്ടാവും. അദ്ദേഹത്തിന് ഹെവി ലൈസൻസ് ഇല്ല വണ്ടി ഓടിക്കാൻ എന്നുള്ളതാണ് ഗൗരവ കുറ്റം. ഹെവി ലൈസൻസ് ഇല്ലാതെ ഒരാൾ വണ്ടി ഓടിക്കും. അദ്ദേഹത്തിന് ആദ്യത്തെ ട്രിപ്പാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. അതിന്റെ ഒരു എക്സ്പെർട്ടൈസേഷൻ കുറഞ്ഞതും ഈ അപകടത്തിന് കാരണമായെന്ന് ഞങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. അപകടത്തിൽ പരിക്കേറ്റ കൗശിക്കിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തിൽ ലോറി ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു. അപകടമുണ്ടാക്കിയ ടിപ്പർ അമിത വേഗതയിലായിരുന്നുവെന്ന് മന്ത്രി PC വിശ്വനാഥ്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പരിക്കു പറ്റിയവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വാഹനം അമിത വേഗത്തിലായിരുന്നു. അമിത വേഗത്തിൽ വന്ന വാഹനം ആക്സിഡന്റ് ഉണ്ടായി. അതേസമയം തന്നെ അമിത വേഗം തന്നെയാണ് ഇത് മറ്റ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പരിക്കു പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. സ്കൂൾ സമയങ്ങളിലെ ടിപ്പർ ഗതാഗതത്തിന് നിയന്ത്രണം കൊണ്ടുവരുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണയും പറഞ്ഞു. ടിപ്പർ ഗതാഗത സമയം പുനഃപരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മലയം സ്വദേശികളായ അജിൻ, സനൂഷ് എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. സംഭവത്തെ തുടർന്ന് ഇരുവരും ബസ്സിനിടയിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണൂർ വാണിയപ്പാറ പള്ളയിലെ 38-ാം നമ്പർ ദുരൂഹ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിൽ. RDOയുടെ അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. 2006-ലും 2015-ലും മൃതദേഹങ്ങൾ സംസ്കരിച്ച കല്ലറയിൽ 3ാമതൊരു മൃതദേഹം കൂടി ഉണ്ടെന്നാണ് സംശയം. ഇതിനിടയിൽ സിജോ സ്കറിയയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മദ്യനയത്തിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം നൽകിയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാനാകില്ലെന്ന് സ്പീക്കർ. നികുതി നിർദ്ദേശം കർണാടകയിലെ മദ്യക്കമ്പനിക്ക് വേണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മദ്യനികുതി നിർദ്ദേശത്തിന് പിന്നിൽ അഴിമതിയാണ്, മദ്യക്കമ്പനിയായ ബക്കാഡിക്ക് വേണ്ടിയുള്ള നീക്കമാണെന്നും പ്രതിപക്ഷം. റൂൾ 50 നോട്ടീസ് അനുവദിക്കാനാകില്ലെന്നും വിഷയം സബ്മിഷനായി കൊണ്ടുവരാമെന്നും സ്പീക്കർ അറിയിച്ചു. തുടർന്ന് സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അതേസമയം നോട്ടീസിൽ പറയാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ അനുമതി നൽകിയ സ്പീക്കറുടെ നടപടിയെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിമർശിച്ചു. നോട്ടീസിൽ ഇല്ലാത്ത കാര്യങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് ഇരുവരും സ്പീക്കറോട് ആവശ്യപ്പെട്ടു. തുടർന്ന് പരാമർശം രേഖകളിൽ നിന്ന് നീക്കി. വിമാനത്തിലെ സംഘർഷത്തിൽ EP ജയരാജനെതിരായ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. ഡിവൈഎസ്പിമാരായ അജി ചന്ദ്രൻ, ഗോപകുമാർ, വലിയതുറ CI അശോകൻ എന്നിവരാണ് സംഘത്തിലുള്ളത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ PA സുനീഷ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതോടെ സ്വകാര്യ ബസ് വ്യവസായ മേഖല പ്രതിസന്ധിയിൽ. താമസിയാതെ ബസ് ഓട്ടം നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഉടമകളും ജീവനക്കാരും പറയുന്നു. സ്ത്രീ യാത്രക്കാർ മുഴുവനായും സൗജന്യ യാത്രയ്ക്കായി KSRTC ബസ്സിനെ ആശ്രയിക്കാൻ തുടങ്ങിയതോടെയാണ് സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധിയിലായത്. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 3 നിർദ്ദേശങ്ങൾ സർക്കാർ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് ബസ് ഉടമകൾ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യം ഏർപ്പെടുത്തുന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സ്വകാര്യ ബസ് വ്യവസായം. എന്തായാലും സ്വകാര്യ ബസ് ഉടമകൾ തന്നെ ന്യൂസ് 8നോടൊപ്പം ചേരുന്നു. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? നിലവിലെ സാഹചര്യം ബസ് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ സർവീസ് നടത്താൻ തുടങ്ങിയ മുതൽ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരില്ലാത്തൊരവസ്ഥയാണിത്. 70% സ്ത്രീകളായിരുന്നു ബസ്സിൽ യാത്രക്കാർ. ഇപ്പോൾ അവരില്ല. അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ സർവീസ് നടത്താൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം 8 രൂപയോളം ഡീസൽ ചാർജ് വർദ്ധിച്ചു. ഡീസലിൻ്റെ പൈസ അടക്കാൻ പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ നിലവിൽ ജൂൺ 30 വരെ ടാക്സ് അടിച്ചിട്ടുണ്ട്. ജൂലൈ 1 മുതൽ ടാക്സ് അടക്കേണ്ടതാണ്. പക്ഷേ അടക്കാനുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. മൈനസ് ബാലൻസിലാണ് പോകുന്നത്. തൊഴിലാളികൾക്ക് പോലും കൃത്യമായ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ബസ്സിൻ്റെ ഒരു വ്യവസ്ഥ തൊഴിലാളികൾ ശമ്പളം എടുത്തിട്ടാണ് തരുന്നത്. അവർക്ക് പോലും ശമ്പളം കിട്ടുന്നില്ല. ആ കണ്ടീഷൻ അനുസരിച്ച് ഞങ്ങൾക്ക് ബസ് സർവീസ് നടത്താൻ പറ്റുന്നില്ല. മിക്കവാറും ഈ ജൂൺ 30 കഴിഞ്ഞാൽ സ്വകാര്യ ബസ്സുകൾ മിക്ക ബസ്സുകളും സ്റ്റോപ്പേജ് കൊടുത്ത് ഞങ്ങൾ സമരം ചെയ്യുന്നില്ല. സമരം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് അവർ തനിയെ ബസ് നിന്ന് പോകുന്ന അവസരത്തിലേക്കാണ് ഇമ്പോ കാസർഗോഡ് എത്തിയിരിക്കുന്നത്. കേരളത്തിൽ മൊത്തം ഇതേ വിഷയമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ സംരക്ഷിച്ചില്ല എങ്കിൽ ഈ ബസ് നിന്നു പോകും. 2-3 പ്രൊപ്പോസൽ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണമെന്ന് പറയുന്നത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പോലെ പ്രൈവറ്റ് ബസ്സിലും അതേ രീതി നടപ്പിലാക്കണമെന്നാണ്. 0 ടിക്കറ്റ്. അപ്പോൾ 0 ടിക്കറ്റ് നടപ്പിലാക്കുമ്പോൾ എത്ര പൈസയാണോ നമ്മൾ ടിക്കറ്റ് മുറിയുന്നത് ടിക്കറ്റ് മെഷീനിൽ, ആ പൈസ സ്വകാര്യ ബസ് ഉടമകൾ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരു ഏരിയയിലുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും അതിൻ്റെ സൗജന്യം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഫ്രീ ടിക്കറ്റ് സംവിധാനം സ്വകാര്യ ബസ്സുകളിൽ നടപ്പിലാക്കണമെന്നുള്ളത് ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഡീസലിന് പകുതി റേറ്റും അതുപോലെ ടാക്സും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ള സംവിധാനം ചെയ്യണം. അല്ലെങ്കിൽ മൂന്നാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സർക്കാർ തന്നെ ബസ് ഏറ്റെടുക്കുക. സർക്കാർ ബസ് ഏറ്റെടുത്തിട്ട് ബസ് എത്ര കിലോമീറ്ററാണ് ഓടുന്നത് അതിനനുസരിച്ച് 55 രൂപ വെച്ചിട്ട് എടുക്കുക. 250 കിലോമീറ്റർ ഓടുന്നവർക്ക് 11,000 രൂപ കൊടുക്കേണ്ടി വരും. 250 കിലോമീറ്റർ ഓടുന്നവർക്ക് 13,000 രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉടമകൾക്ക് കൊടുത്താൽ മതി. കളക്ഷൻ മുഴുവൻ സർക്കാരിന് ഏറ്റെടുത്തോട്ടെ. അല്ലെങ്കിൽ ഈ സ്വകാര്യ ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് ഒരുപാട് പേരാണ് ജീവിക്കുന്നത്. എന്നാൽ ഇവരുടെ പ്രശ്നങ്ങൾ കാണാതിരിക്കരുത്. പ്രത്യേകിച്ച് വി ഡി സതീശൻ ബജറ്റിൽ ഇവർക്ക് സാമ്പത്തികമായ സഹായം ഉണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു. പക്ഷേ നിരാശയാണ് ഫലം. ഇപ്പോൾ ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം അത് സ്ത്രീകൾക്കും കൂടെ ഗുണം ചെയ്യുന്ന ആ ഒരു ആശയമാണ്. അത് സർക്കാർ നടപ്പിലാക്കണം. അതല്ലെങ്കിൽ ഡീസലിന് വില കുറച്ചുകൊണ്ടുള്ള സബ്സിഡി ഏർപ്പെടുത്തണമെന്ന് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ വ്യവസായം എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിൽ അടിയന്തരമായ ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. കെ ബി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. വധശ്രമ കേസിൽ തിരുവനന്തപുരത്തെ BJP കൗൺസിലർ സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് UDF കൗൺസിലർമാർ വീണ്ടും കത്ത് നൽകി. 40 ദിവസം പിന്നിട്ടിട്ടും കൗൺസിൽ യോഗം കൂടാത്തത് സുഗതനെ രക്ഷിക്കാനാണെന്നാണ് വിമർശനം. അടിയന്തര കൗൺസിൽ യോഗം വിളിക്കണമെന്നും നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറയുന്നു. നിതിൻ വിവരങ്ങളുമായി ശരിയാണ്. ഇതിന് അല്ലെങ്കിൽ തന്നെ CPM ഈ സുഗതന്റെ വിഷയത്തിൽ സമരപാതയിലാണ്. ഇപ്പോൾ കോൺഗ്രസും സമരത്തിലേക്ക് എത്തുകയാണ്. എന്താണ് BJPയുടെ നിലപാട് ഈ വിഷയത്തിൽ? അതെ രഞ്ജിത്ത, CPM ഓൾറെഡി അവർ സമരത്തിലായിരുന്നു. ഇപ്പോൾ UDFും കത്തയച്ചിരിക്കുകയാണ്. ഇതിലിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലർ സുഗതന്റെ മേൽ കാപ്പ കേസ് ചുമത്തിയിട്ട് കുറേ ദിവസമായി. എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ഇതേവരെ വേണ്ട ഒരു തീരുമാനങ്ങൾ എടുക്കാത്തതുകൊണ്ട്, നടപടികൾ എടുക്കാത്തത് കൊണ്ടുമാണ് ഇപ്പോൾ UDF കത്തയച്ചിരിക്കുന്നത്. നിതിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കിഴക്കൻ സിക്കിമിലെ പാങ്കോങ് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് തന്ത്രപ്രധാന അതിർത്തി റോഡുകൾ അടച്ചു. മേഖലയിൽ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മലഞ്ചെരിവുകളിൽ നിന്ന് വലിയ പാറക്കല്ലുകളും മണ്ണും റോഡിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ രംഗ്പോ തോരഗാങ് പാതയും ഒരനക്ക് വരെയുള്ള റോഡും പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. കടുത്ത പ്രതികൂല സാഹചര്യങ്ങളെ അവഗണിച്ചാണ് ഇവരുടെ പ്രവർത്തനം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പോർട്ട് തേടി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് UP സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. ഇതിനിടെ അയോധ്യ ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല ജില്ലാ മജിസ്ട്രേറ്റിന് നൽകി. ദൈനംദിന ഭരണ ചുമതല ജില്ലാ മജിസ്ട്രേറ്റ് ഏറ്റെടുത്തു. ശശാങ്ക് ത്രിപാഠിക്കാണ് ചുമതല. കാണിക്ക എണ്ണുന്നതിലും മാറ്റം വരുത്തി. മേശയിൽ വെച്ച് പണം എണ്ണരുത്, തറയിൽ പരവതാനി വിരിച്ച് അതിൽ പണം എണ്ണണം. ഭണ്ഡാരത്തിൽ നിന്ന് പണം മാറ്റുമ്പോഴും എണ്ണുമ്പോഴും വീഡിയോ നിർബന്ധമായി ചിത്രീകരിക്കണം. പുതിയ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ക്യാമറകളുടെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടി. 40 ജീവനക്കാരെ ട്രസ്റ്റ് ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. ലോകമെങ്ങും ലോകകപ്പ് ആവേശം. ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും പോർച്ചുഗലിനും ഇന്ന് നിർണായക മത്സരം. ആദ്യ മത്സരത്തിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയോട് അപ്രതീക്ഷിത സമനില വഴങ്ങേണ്ടി വന്ന പോർച്ചുഗൽ ഇന്ന് ഉസ്ബെക്കിസ്ഥാനെ നേരിടും. കൊളംബിയയോട് പരാജയപ്പെട്ട ഉസ്ബെക്കിസ്ഥാനും ഈ മത്സരം നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. രാത്രി 10:00 ഹൂസ്റ്റണിലെ NRG സ്റ്റേഡിയത്തിലാണ് മത്സരം. രാത്രി 1:00 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. ക്രൊയേഷ്യയെ തകർത്ത ഇംഗ്ലണ്ട് മികച്ച ഫോമിലാണ്. പാനമയെ തോൽപ്പിച്ചാണ് ഘാന എത്തുന്നത്. ജയിക്കുന്ന ടീം നോക്കൌട്ട് ഉറപ്പിക്കും. പുലർച്ചെ 4:00 നടക്കുന്ന മത്സരത്തിൽ ക്രൊയേഷ്യയും പാനമയും ഏറ്റുമുട്ടും. ആദ്യ ജയമാണ് ഇരു ടീമിന്റെയും ലക്ഷ്യം. 7:00 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ DR കോങ്കോയെ നേരിടും. പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച കോങ്കോ നിലവിൽ 2ാം സ്ഥാനത്താണ്. ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ച കൊളംബിയയ്ക്ക് 3 പോയിന്റുണ്ട്. ഇനി നമുക്ക് സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,255, പവന് 1,06,040. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,950, പവന് 87,600. വെള്ളി ഗ്രാമിന് 245, കിലോയ്ക്ക് 2,45,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.